വിജിലൻസിന്റെ ചാർജ് വഹിക്കുന്ന സമയത്താണ് അന്വേഷണം നടക്കുന്നത്. ഒരു സ്റ്റേജിലും ഞാൻ ഇടപെട്ടിട്ടില്ല. ആ വിജിലൻസിന്റെ റിപ്പോർട്ട് എനിക്ക് കിട്ടും. ആ കിട്ടിയ റിപ്പോർട്ടിനകത്ത് ശ്രീ പിണറായി വിജയൻ പ്രതിയല്ല. പക്ഷെ അതിനകത്ത് അവർ എഴുതിയിട്ടുണ്ട്, പിന്നെ തുടർന്നുള്ള അന്വേഷണം നടക്കുമ്പോൾ കൂടുതൽ പ്രതികൾ ഉണ്ടായേക്കാം എന്നൊരു സെന്റൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അദ്ദേഹം പ്രതിയല്ല. ആ റിപ്പോർട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അന്വേഷണം നടക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അതിന്റെ റിപ്പോർട്ട് കിട്ടുന്നത്. ആ റിപ്പോർട്ടിനകത്ത് അദ്ദേഹം പ്രതിയല്ല. പക്ഷെ ഇങ്ങനൊരു വാചകം മാത്രമുണ്ട്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുത്തു. കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുത്തപ്പം നിങ്ങൾ തന്നെയാണ് കുഴപ്പമുണ്ടാക്കിയത്. ഇവിടുത്തെ പത്രങ്ങൾ അങ്ങ് എഴുതി ഹം സബ് ചോർ ഹേ എന്നാണ് ഒരു പത്രത്തിന്റെ ഹെഡിങ്. ഹം സബ് ചോർ ഹേ ഹിന്ദിയിലെ ബാനർ ഹെഡിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം കള്ളന്മാരാണ്. എന്താ ഇതിനകത്ത് ഭരണകക്ഷിയും പ്രതിപക്ഷവും കൂടി യോജിച്ചിരിക്കുന്നു. രണ്ടു കൂട്ടത്തിലും എന്തോ മറച്ചു വെക്കാനുണ്ട്. ഇത് ഫെബ്രുവരി 28 ആകുന്ന ദിവസങ്ങളാണ്. മാർച്ച് 1 ഇലക്ഷൻ അനൗൺസ് ചെയ്തു. അപ്പം തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ജനങ്ങളുടെ മുമ്പിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം പ്രതിക്കൂട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ശരിയല്ല എന്ന് കണ്ടിട്ട് മാർച്ച് 1 ക്യാബിനറ്റാണ് CBIക്ക് വിടാനായിട്ട് തീരുമാനിക്കുന്നത്.